CA, CMA, ACCA, CS ഈ പ്രൊഫഷണൽ കോഴ്സസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ നിർബന്ധമായും എന്തുകൊണ്ട് MCOM ജോയിൻ ചെയ്തിരിക്കണം? ഞാൻ കഴിഞ്ഞ ദിവസം ഈ പ്രൊഫഷണൽ കോഴ്സിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് പ്ലാൻ എ ആയ പ്രൊഫഷണൽ കോഴ്സ് പഠനത്തിന്റെ കൂടെ തന്നെ പ്ലാൻ ബി നിർബന്ധമായും വെച്ചിരിക്കണം. MCOM എന്തുകൊണ്ട് ചെയ്യണം എന്നുള്ളത് വീഡിയോയുടെ അവസാനത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പലരും അത് കണ്ടിട്ടില്ല. ദെൻ കണ്ടവര് അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. സോ ഈ ഒരു മാറ്റർ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഇഗ്നോ ഈ എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും BCom, BBA, MCom, MBA എല്ലാ കോഴ്സസിനും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ദെൻ UGC നെറ്റ്, ദെൻ കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈൻ ആയിട്ടുള്ള കോച്ചിങ് ഇതൊക്കെ അവൈലബിൾ ആണ് നമ്മുടെ സ്ഥാപനത്തിൽ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. സോ നമുക്കറിയുന്ന ഒരു കാര്യമാണ്, +2 കോമേഴ്സ് പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ +2 കഴിഞ്ഞ് അതുപോലെ തന്നെ BCom, BBA പഠിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ കുട്ടികൾ നെക്സ്റ്റ് ജോയിൻ ചെയ്യുന്നത് പ്രൊഫഷണൽ കോഴ്സസ് ആയിട്ടുള്ള CA, CMA, CS, അതുപോലെ തന്നെ ACCA, ദെൻ CMA US ഈ കോഴ്സസിലോട്ടാണ്. എന്തുകൊണ്ട് കുട്ടികൾ അതിലോട്ട് പോകുന്നു എന്നുള്ളതിന്റെ ആദ്യത്തെ ഒരു കാരണം എന്ന് പറയുന്നത് നമുക്കറിയുന്നതാണ്. നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത്, ഇപ്പൊ +2 ആണെങ്കിൽ +2 കഴിയുന്ന സമയത്ത് കരിയർ ഗൈഡൻസ്, അതുപോലെ തന്നെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് 6th സെമസ്റ്റർ ആകുമ്പോൾ തന്നെ കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ നിങ്ങളുടെ കോളേജിലോട്ട് വരുന്നു. അവർ കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അവരുടെ സ്ഥാപനത്തിന്റെ ഡീറ്റെയിൽസ് ആണ്. ദെൻ അഡ്വർടൈസ്മെന്റ്സ് ഒരുപാടാണ്. ഈ അഡ്വർടൈസ്മെന്റ്സിലൊക്കെ നിങ്ങൾ കേൾക്കുന്ന എന്താ, ഈ കോഴ്സസ് പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണങ്ങളാണ്. ലക്ഷക്കണക്കിന് ശമ്പളം, ദെൻ ലൈഫ് സെക്യൂർഡ് ആകും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അവരുടെ അഡ്വർടൈസ്മെന്റിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ദെൻ ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് മെജോറിറ്റി കുട്ടികൾ ഈ കോഴ്സസിലോട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഇവരൊക്കെ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ്, MCOM എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ കോഴ്സാണ്. ജസ്റ്റ് MCOM മാത്രം പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈഫിൽ വലിയൊരു ലെവലിലോട്ട് പോകണമെങ്കിൽ നിർബന്ധമായും പ്രൊഫഷണൽ കോഴ്സ് ചെയ്തിരിക്കണം. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണ് കുട്ടികൾ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് BCom, BBA ഒക്കെ പഠിച്ചിട്ട് നേരെ പ്രൊഫഷണൽ കോഴ്സിലോട്ട് മാത്രം ജോയിൻ ചെയ്യുന്നത്. ബട്ട് ഇവര് ഈ പ്രൊഫഷണൽ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപ്പുറത്തുള്ള ഒരു ഡാർക്ക് റിയാലിറ്റി എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തതാണ്. ഈ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതെല്ലാവർക്കും സ്യൂട്ടബിൾ ആകണമെന്നില്ല. ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി സാധ്യതയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്. ഇപ്പൊ CA പഠിച്ചു, അതുപോലെ തന്നെ CMA പഠിച്ചു, CS, ACCA ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. ബട്ട് ഇതിന്റെ പ്രശ്നം എന്താ, ഇത് പഠിക്കുന്ന കുട്ടികളിലെ പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പൊ CA ഒക്കെ ആണെങ്കിൽ 10% അടുത്ത് 5%-നും 10%-നും ഇടയിലാണ് വരുന്നത്. CMA ആണെങ്കിൽ കുറച്ച് പെർസെൻറ്റേജിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. ദെൻ ഇതൊക്കെ പഠിച്ച് പാസ്സാകണമെങ്കിൽ വരുന്ന ടൈം ഡ്യൂറേഷൻ, ഇപ്പൊ നിങ്ങൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തന്നെ വിചാരിക്കുക. ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഇപ്പൊ CA പഠിച്ച് പാസ്സാകണമെങ്കിൽ ഒറ്റയടിക്ക് തന്നെ ആവണമെങ്കിൽ അവിടെ 5-6 വർഷം എടുക്കുന്നു. അവിടെ ഏതെങ്കിലും ഗ്രൂപ്പ് കിട്ടാണ്ടായി വീണ്ടും വീണ്ടും എഴുതാണെങ്കിൽ പലരും 7 വർഷമോ 8 വർഷമോ 10 വർഷം വരെ എടുക്കുന്നു. അപ്പോൾ ഒരുപാട് സമയം എടുത്തിട്ടാണ് പലരും ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താ, നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസ് ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രഡീഷണൽ കോഴ്സ് ആയിട്ടുള്ള MCOM ബേസ് ചെയ്തിട്ട് PSC, കേരള PSCയുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നതാണ്. ആ പോസ്റ്റുകളുടെ പ്രത്യേകത ഗസറ്റഡ് പോസ്റ്റ് ആണ്. അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് MCOM ആണ്. അപ്പോൾ ആ MCOM ബേസ് ചെയ്തിട്ടുള്ള വളരെ വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് മിസ്സാകും. ഇപ്പോൾ അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ. ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്ന ഒരു പോസ്റ്റാണ്. സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എന്ന് പറയുന്നത് GST ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള ഗസറ്റഡ് പോസ്റ്റ് ആണ്. സാലറി സ്കെയിൽ എന്ന് പറയുന്നത് ലക്ഷങ്ങളാണ്. ഇത്രത്തോളം നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഒക്കെ മിസ്സായി പോകുന്നുള്ളതാണ്. അപ്പോൾ പല കുട്ടികളും ഈ പ്രൊഫഷണൽ കോഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടും ഈ പോസ്റ്റുകൾക്കാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ ഈ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഡിസ്റ്റൻസ് ആയിട്ട് MCOM ചെയ്യാൻ സാധിക്കും. MCOM ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താ, നമുക്ക് കറക്റ്റ് 2 വർഷം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ പ്രൊഫഷണൽ കോഴ്സസ് പഠിക്കുന്ന പോലെ അത്രത്തോളം റിസ്ക് ഇല്ല.
നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്തായാലും വലിയ കുഴപ്പമില്ലാണ്ട് വിത്തിൻ 2 years ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ BCom കഴിഞ്ഞു അല്ലെങ്കിൽ BBA കഴിഞ്ഞ് നിങ്ങൾ പ്രൊഫഷണൽ കോഴ്സിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നിർബന്ധമായും MCOM ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുക. അധികം ചിലവൊന്നുമില്ല. ഉണ്ടാകുന്ന ഗുണം എന്താ, പലരും നേരത്തെ പറഞ്ഞ പ്രൊഫഷണൽ കോഴ്സിലോട്ട് ഇറങ്ങി കുറച്ച് കഴിയുമ്പോഴാണ് ഇതെനിക്ക് പറ്റി പണിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്മാറുന്നത്. പലരും 2 വർഷം 3 വർഷം 4 വർഷം കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഒരു ചിന്ത തന്നെ വരുന്നത്. അപ്പൊ അത്രത്തോളം സമയം പോവും, നമ്മുടെ കയ്യിൽ അഡീഷണൽ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പല പോസ്റ്റുകൾക്കും കോൾ ഫോർ ചെയ്യുന്നത് ചിലപ്പോൾ ആ ഒരു ഇടയിലായിരിക്കും. ദെൻ PSCയുടെ കാര്യം അറിയാലോ, ഒരു പ്രാവശ്യം ഒരു പോസ്റ്റിന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ വിളിക്കാൻ ചിലപ്പം 3 വർഷം കഴിഞ്ഞു 4 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വിളിക്കുക. ആ ലിസ്റ്റിന്റെ കാലാവധി, റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ടായിരിക്കും വിളിക്കുക. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് മിസ്സായി പോകുന്നുള്ളതാണ്. സോ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ അത് പ്ലാൻ ആയിട്ട് വെച്ചോ. നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ഒബ്ജക്റ്റീവ് ഒക്കെ ആയിരിക്കും, ലക്ഷ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇറങ്ങാം. ബട്ട് പലരും ഇപ്പോൾ ഡിഗ്രിക്കൊക്കെ ഹൈ മാർക്സ് റെഗുലർ കോളേജിൽ കിട്ടിയിട്ടുള്ള കുട്ടികളൊക്കെ പ്രൊഫഷണൽ കോഴ്സിലോട്ട് ഇറങ്ങുന്ന സമയത്ത്, CAക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങി പഠിച്ചു തുടങ്ങുമ്പോഴായിരിക്കും നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്ന പരിപാടിയല്ല, ഡിഗ്രിക്ക് ഔട്ട്സ്റ്റാൻഡിങ് മാർക്സ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നമുക്ക് ഫസ്റ്റ് ടൈമിൽ ഈ ഗ്രൂപ്പുകളൊക്കെ പഠിച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊരു പ്രശ്നമുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും പ്രൊഫഷണൽ കോഴ്സിലോട്ട് ഇറങ്ങുന്നതിൻ്റെ കൂടെ അത് പ്ലാൻ A ആണെങ്കിൽ പ്ലാൻ B ആയിട്ട് ഡിസ്റ്റൻസ് ആയിട്ട് MCOM ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, ഏറ്റവും കൂടുതൽ പ്രഷർ ഫാമിലിയിൽ നിന്ന് പ്രഷർ വരുന്നു. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് പോലും എഴുതി കിട്ടിയിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ ചോദിച്ചു തുടങ്ങും, എന്തായി? ഒരു നല്ല ജോലിക്ക് പോകുമ്പോൾ നമ്മളൊക്കെ വെക്കാൻ പറ്റുന്ന ക്വാളിഫിക്കേഷൻ BCom മാത്രമാണ്. CA പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതൊരു ക്വാളിഫിക്കേഷൻ ആവുന്നില്ല. നേരെ മറിച്ച് നമ്മൾ അതിൻ്റെ കൂടെ ഡിസ്റ്റൻസ് ആയിട്ട് ഇപ്പോൾ MCOM ചെയ്യുകയാണെങ്കിൽ വിത്തിൻ 2 years നമ്മുടെ കയ്യിൽ ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നു. ദെൻ നിങ്ങൾക്ക് അറിയുന്നതാണ്, ഇപ്പോഴത്തെ റൂൾ പ്രകാരം റെഗുലറിനും ഡിസ്റ്റൻസിനും ഒരേ വാലിഡിറ്റി ആണ്. ദെൻ ഇനിയിപ്പോൾ MCOM കഴിഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ PG വെച്ചിട്ടുള്ള നല്ല പോസ്റ്റുകളിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ ബാങ്കിലോട്ട് തിരിയണമെങ്കിൽ, ആ സെക്ടറിൽ നല്ല പോസ്റ്റിലോട്ട് കയറണമെങ്കിൽ നിങ്ങൾക്ക് MCOM കൂടിയേ തീരൂ. PG വേണം. ഡിഗ്രി വെച്ചിട്ട് നിങ്ങൾക്ക് സാധാരണ പോസ്റ്റിലോട്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നല്ല പോസ്റ്റിലോട്ട് പോകാൻ സാധിക്കും. ദെൻ അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ഈ പ്രൊഫഷണൽ കോഴ്സിലോട്ട് പഠിക്കാൻ ഇറങ്ങുന്നുണ്ട്. സോ അവർക്ക് ടീച്ചിങ്ങിലോട്ട് താല്പര്യം വളരെ കൂടുതലാണ്. സോ MCOM കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കോളേജിലോട്ട് പഠിപ്പിക്കണമെങ്കിലോ അതല്ലെങ്കിൽ +2 പഠിപ്പിക്കാൻ സ്കൂളിലോട്ട് മൂവ് ചെയ്യണമെങ്കിലോ നിങ്ങൾക്ക് നിർബന്ധമായും MCOM വേണം. സോ അതാണ് പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ പ്ലാൻ B ആയിട്ട് MCOM ഉണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാണ്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായം നൽകുന്നത് ചിലപ്പോൾ പ്ലാൻ B ആയിട്ടുള്ള MCOM ആയിരിക്കും. ഇത് ഒരുപാട് കുട്ടികൾ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിനായിട്ട് മുമ്പൊക്കെ എല്ലാവരും CA പഠിക്കാൻ പോകുന്നു, ഞാനും പോകുന്നു, അല്ലെങ്കിൽ എല്ലാവരും പോകുന്നു CMAക്ക് ഞാനും പോകുന്നു. അങ്ങനെ പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നും ശരിയാവാണ്ടാവുമ്പോൾ നെക്സ്റ്റ് 3-4 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഒരു MCOMലോട്ട് റെഗുലറായിട്ട് പഠിക്കാനോ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാനോ നോക്കാം. അപ്പോൾ അങ്ങനെ ടൈം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായും ചെയ്യണമെന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഓപ്പൺ ആയിട്ടുള്ള. അതിപ്പോൾ ഓപ്പൺ ആയിട്ടില്ല, നെക്സ്റ്റ് കോൾ ഫോർ ചെയ്യുന്നത് ജൂൺ ജൂലൈയിലാണ് അടുത്തത് വിളിക്കുക. നമ്മുടെ ചാനലിലൂടെ അതിൻ്റെ അപ്ഡേറ്റ്സ് നൽകും. നമ്മൾ ഓൺലൈനായിട്ട് അഡ്മിഷനും കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ദെൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രാവശ്യം ഡിസ്റ്റൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ്സും നമ്മൾ നൽകുന്നതായിരിക്കും കേട്ടോ. സോ ഇതാണ് ഈ ഒരു വീഡിയോയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. ഞാൻ വീണ്ടും പറയുന്നു, പ്രൊഫഷണൽ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനെ ഞാൻ ഡിമോട്ടിവേറ്റ് ചെയ്യല്ല. അതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ നിർബന്ധമായും ഈ കോഴ്സിനെ ജോയിൻ ചെയ്തിരിക്കണം. then ഇതല്ലാണ്ട് റെഗുലറായിട്ട് MCOM പഠിക്കുന്നവർ, ഇതിന് മാത്രം MCOM മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുട്ടികളുമുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഡിസിഷനാണ്. ഓക്കെ, സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.